ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഞാനും ഉമ്മയും പ്രീതും നമ്മൾ വന്നിരിക്കുന്നത് ഹത്തയിലാണ്. ഹത്താനെ കാണാനല്ല, ഹത്ത പറഞ്ഞ പ്ലേസിൽ ദി ഔട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? പിന്നെ അപ്പോൾ ഇത്തവണത്തെ വീക്കെൻഡ് നമ്മൾ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുകയാണ്. ബാക്കി പിന്നെ വഴിയെ ഒന്ന് സെറ്റ് ആവണുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് റൂമിൽ നിന്നൊന്ന് മാറി വൺ ഡേ സ്റ്റേന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതെ, തള്ളകളായിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ഷീണം വരും. ഉമ്മാക്കും പ്രീതുവിനൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഞാനെപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ കുറെ ക്യാമ്പൊക്കെ ഉണ്ട്. കണ്ടോ? നിങ്ങൾക്കും ഇതേമാതിരി ക്യാമ്പിലൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഇങ്ങോട്ട് വന്നോളാം. ഗൈസ്, അപ്പൊ നമുക്ക് പറ്റിയ ഏരിയ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓക്കെ ആണ്. ഇവിടെ പറ്റിയ സ്ഥലമാണ്. അതെ, എന്നോട് പറഞ്ഞു ഇവിടെ കയറിക്കോളാൻ. അപ്പൊ പറഞ്ഞു ഇല്ല ചേട്ടാ, നോക്കട്ടെ. രാത്രി നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ്. കണ്ണാടി ഉണ്ടോ? മതി. ആ, ഇങ്ങനെയാണല്ലേ. നല്ല രസമുണ്ട്. ഞാൻ നടൂല, എനിക്ക് നടൂല നടക്കാൻ ഇഷ്ടം. ഞാൻ നിന്റെ കൂടെ. നല്ല രസമുണ്ട് കേട്ടോ. ഉമ്മച്ചി സൈഡിൽ കിടന്നോളാൻ. ഇത് വെക്കാൻ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. ഇവിടെ ഇവിടെ എന്തെങ്കിലും വെക്കാന്ന് തോന്നുന്നു. കണ്ണാടിയും സ്റ്റാൻഡൊക്കെ ഉണ്ട്. നമ്മളുടെ കുടില് നമ്മളുടെ ചെറിയ ടെന്റാണ്. എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ ടെന്റൊക്കെ കെട്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ദിവസം പോകണം എന്ന്. പക്ഷെ പുറത്തുനിന്നൊക്കെ ക്യാമ്പൊന്ന് സെറ്റാക്കാൻ കുറേ ടെൻറ്റും സാധനങ്ങളൊക്കെ വാങ്ങണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളും കാലി വയറുമായിട്ട് വന്നതിന് വെച്ചാൽ നമുക്ക് രാത്രി ഇവിടുന്ന് ഫുഡും കിട്ടും. കാലി വയറോ? കാലി വയറ്. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ടെന്റ് കെട്ടാനും സാധനം വാങ്ങാനൊക്കെ എല്ലാം വാങ്ങണ്ട. അത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെന്റിന്റെ പോലെ ആവശ്യമില്ല. ഒരു ടാർപ്പ വെറുതെ ചുറ്റി കെട്ടി തന്നു കഴിഞ്ഞാൽ അവിടെയും കിടക്കാം. ഞങ്ങൾ എന്നിട്ട് പറയും അവള് നാട്ടിൽ അങ്ങനെ കടക്കാറ്. അതാണ് എന്ത് ചെയ്യാനാ ഗൈസ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, കൈകാലാവതില്ലാത്തവരാണ്. പോയി കൈ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് വന്നാ മതി. എന്നെ കൊള്ളണില്ല, ഞാൻ തടി വെച്ചു. തുടർന്ന് പണ്ടൊരു കൊള്ളാം. ഇനി ഇൻ കേസ് ടെന്റ് ഇറക്കി വിട്ടാൽ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പ്രീത് നല്ല കൂർക്കം വലിയാണ്. പ്രീത് കൂർക്കം വലിക്കുമ്പോ ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ടി വരും. കൂർക്കം വലിക്കുന്ന ആളാരാണെന്ന് ഞങ്ങൾ രണ്ടുപേരും വേണം തുപ്പി കാണിക്കാം. ഞാൻ കൂർക്കം വലിക്കൂല കേട്ടോ, വെറുതെ പറയുന്നു. നമ്മൾ അന്ന് ഇവിടേക്ക് ഒന്ന് കണ്ട് പരിചയമാവണം. അതിന് കാണാൻ വേണ്ടിട്ട് പോകണം. ഇന്ന് ഫുള്ള് ഞങ്ങൾ കണ്ട് പരിചയം വന്നിട്ട് നാളെ രാവിലെ പോകും. അവിടെ കുറെ ക്യാമ്പ് ഉണ്ട്. അടുത്തു നമ്മള് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. ഒരു കാര്യം, താഴേന്ന് ഒരു 10 മിനിറ്റ് നടന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വരാൻ. ഫുഡ് കഴിച്ചാൽ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ തന്നെ ദഹിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടവർ വീണ്ടും കഴിക്കാനായിട്ട് നടക്കും. പക്ഷെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മളിപ്പോ വന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. കണ്ടാ, നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ സൺസെറ്റ് പോയി. നമുക്ക് വാങ്ങിയാലോ? അവിടെ തട്ടിപ്പറിച്ചാലോ? അയ്യോ, നടന്നപ്പോ തന്നെ കെച്ചു. നമ്മള് വയസ്സായ നമ്മളല്ല, നീ കലച്ചെന്ന് പറഞ്ഞു. അപ്പം സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് ഉമ്മ മാറി നിക്കണില്ല, അപ്പൊ ഫുഡ് കിട്ടും പറഞ്ഞിട്ട് നിക്കണ്. സത്യാവസ്ഥ അതല്ല ഗൈസ്, ഉമ്മ എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾ പോവാന്ന് കുറെ നേരം പരിപാടി എന്നുള്ളത് കൊള്ളാം ഗൈസ്. കണ്ടോ, ഇരുന്ന് കഴിച്ച് വയറ് നിറഞ്ഞ് മടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ തന്നെ കിടക്കാം.
ഉമ്മ അങ്ങോട്ട് പൊങ്ങി. ഉമ്മക്ക് ഇപ്പോഴാണ് ഒന്ന് എനർജി ആയത്. ഇങ്ങനെ കേൾക്കുമ്പോ ഉമ്മ ഭയങ്കര എനർജി ആവും. സന്തൂർ മമ്മിയാണ്. അതെ, കൂടെ വർക്ക് ചെയ്യണ 50 കാരി. ഗൈസ്, ഉമ്മ ഹാപ്പി ആയി. ഉമ്മന്റെ നാട്ടുകാരിനെയും കൂടിയാണ് കിട്ടിയിരിക്കണത്. അപ്പൊ ഉമ്മക്ക് ഒരു കൂട്ടായി. എന്നാ നിങ്ങളെല്ലാവരും സെയിം ഏജ് ഉള്ളവരൊക്കെ അങ്ങോട്ട് മാറിക്കട്ടെ. അപ്പം ഈ വീക്കെൻഡ് നമ്മൾ എല്ലാവരും ഉള്ളത് ദി ഔട്ടിലാണ്. എന്നും കറാമയും അടുത്തുള്ള സ്ഥലമൊക്കെ മാറ്റി പിടിച്ചിട്ട് നമ്മൾ ഹത്ത പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഉമ്മാൻ്റെ അടുത്ത് നമുക്ക് ഈ വീക്കെൻഡിൽ ഹത്തയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഹത്താൻ്റെ അടുത്ത് പോവാണ് അബുദാബിക്ക്. പക്ഷെ ഹത്താൻ്റെ അടുത്തേക്കല്ല, ഹത്താൻ്റെ അടുത്തേക്ക് പോവാൻ നമുക്ക് പോവാൻ ഭയങ്കര ആഗ്രഹം. ഹലോ, ഹസീനെ കാണാൻ മാരൊക്കെ പൊളിയാണ് എന്നൊക്കെ പറയുന്നു. ഒന്നുകൂടി എളുപ്പെടുത്തിയല്ലോ വീഡിയോയില്. ഒന്നുകൂടി പറയാം. എനിക്ക് തോന്നുന്നു ഉമ്മ ഇരിക്കും. കണ്ട തള്ളാൻ രണ്ടുപേരും പിടിച്ചിട്ടാ വരുന്നത്. വീണാലോ വരെ കാണുക. ലാസ്റ്റ് പ്രീതുവിന്റെ ബെല്ലി ഡാൻസ് ഉണ്ടാവും. എന്റെ ബെല്ലി ഡാൻസ് മാരകമായിരിക്കും, പൊളി. ഉമ്മ നിന്നെ ട്രോളി ചോദിക്കാനും പറയാനും ഞാൻ ആളെ നാട്ടിൽ നിന്ന് ഇറക്കിയതടി. ഇങ്ങോട്ട് വന്നേ ഞങ്ങള് കണ്ട കൈ പിടിച്ച് കയറ്റാൻ ഞാൻ വേണം. എന്നിട്ട് എന്നെ തന്നെ ഉമ്മച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്ക് എല്ലി ഡാൻസ്, കാരണം എനിക്ക് എന്താ വയറൊന്നുമല്ല, ഞാൻ 6 പാക്ക് ആണ്. ഉമ്മച്ചിക്ക് പിന്നെ ആവശ്യത്തിൽ അധികം ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബെല്ലി ഡാൻസ് കാണാം. കല്ല് കണ്ട കല്ലുകളി കളിക്കണം. ഇപ്പോഴും കുട്ടിയാണെന്നാണ് വിചാരം. കെട്ടിക്കാനായ 2 മക്കളുണ്ടെന്ന് ഉമ്മാക്ക് ഒരു ബോധം ഇനി ആയിട്ടില്ല. കല്യാണം കഴിക്കണത് ഉമ്മ പറഞ്ഞത് വെച്ചിട്ട് ഹസീയുടെ കല്യാണം ഇനി ഒരു 3-4-5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഉമ്മയും പ്രീതും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഫുഡ് കിട്ടിയാലേ കുറച്ചും കൂടി എനർജി ആവുള്ളൂ. പിന്നെ നമ്മളുടെ ആര്യനെ മിസ് ചെയ്യുന്നുണ്ട്. ആര്യക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ആര്യ മിസ് ചെയ്യും. പ്രീതു ഇപ്പൊ കരി ഉണ്ടാ കരി പറയുന്ന ടൂൺ ഇടണോള്. കൊത്തങ്കല്ല് കളിക്കാനായിരുന്നു നമുക്ക് അവിടെ റൂമിലിരുന്ന് കളിക്കായിരുന്നു. അവിടുന്ന് വണ്ടി വിളിച്ച് വന്നേക്കോ ഹത്തക്ക് കൊത്തങ്കല്ല് കളിക്കായിരുന്നു. എന്താ ആൾക്കാരെ വിളിച്ചാലോ ഒരു ടവല് മേടിക്കാം. ഞാൻ പൈസ പിരിക്കാം. വിളക്കേന്തിയ വനിത അറിയാലേ. ഗൈസ്, നിങ്ങൾക്ക് ഈ നാഷണൽ ഡേക്ക് റൂമിൽ കടന്ന് ഉറങ്ങി മടുത്തെങ്കി ഹത്തയിലോട്ട് വരിക. നാഷണൽ ഡേ ആയിട്ടില്ല, അതിന് മുമ്പ് എങ്ങനെ അവർ റൂമിൽ കടന്ന് ഉറങ്ങി മടുക്കുക? റൂമിൽ എല്ലാത്ത സമയത്തും ഉറങ്ങി മട ഹസീന് വേണ്ട, ഉമ്മച്ചിക്ക് എന്നെ മതി. എന്നെ നോക്കാനാണ് ഞാൻ എന്റെ ഉമ്മാനെ കൊടുക്കുന്നത്. ഞാൻ പ്രീതുവിനെ കൊണ്ടുവന്നത് ഈ പണ്ടത്തെ കല്യാണത്തിന് ക്യാമറമാൻ ലൈറ്റ് പിടിക്കില്ലേ, അതിനു വേണ്ടി പ്രീതുവിനെ കൊണ്ടുവന്നതാണ്. എല്ലാരും ചിരിക്കും ഗൈസ്. എന്നാ അവിടെ വെക്കി ലൈറ്റ്. ഇല്ല, ഇവളെ കാണും, എന്നെ കാണത്തില്ല. എന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിന്റെ അടുത്ത് പിടിച്ചേക്കുന്നത്. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലി ഡാൻസ് ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ബെല്ലി ഡാൻസ് കിട്ടിയില്ലെങ്കിൽ അല്ല, എന്തായാലും നമുക്ക് ഇതൊക്കെ ഒരു രസമല്ലേ. ഞാൻ പ്രീതുവിനെ പറ്റിച്ചതാണ് ഗൈസ്. ഞാൻ പ്രീതുവിന്റെ അടുത്ത് ഇവിടെ ബെല്ലി ഡാൻസ് ഉണ്ട് കൊണ്ട് കൊടുത്തതാണ്. പ്രീതു അത് പറഞ്ഞിട്ടാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സാറ്റർഡേ അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായിട്ട് എടുക്കാൻ ഡ്യൂട്ടി കട്ട് ചെയ്തിട്ട് വന്നത് എന്തിനാണ്? ബെല്ലി ഡാൻസ് കാണാൻ. ആത്മാർത്ഥത കൊണ്ട് മാത്രം. കടുപ്പം വേണ്ടേ? പാൽ ചായയാണോ പാലില്ലാത്ത ചായയാണോ? പാൽ ചായ. ഇവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ വെക്കി നല്ല പാത്രമായിട്ടൊക്കെ എടുത്തിട്ട് പോവാണ്. എങ്ങനെയാ ഉമ്മ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഞാൻ കൊറേ കൊല്ലത്തിന് ശേഷം കട്ടൻ ചായ ഉണ്ടാക്കും. ഓക്കെ, എനിക്ക് പാൽച്ചായ മതി. ഇത് വേണ്ട, ഇത് കാപ്പിയാ. ചായ 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 ഇത് കാപ്പിയാണ്. ഇവിടെ അറബിയിൽ ചായ പറഞ്ഞ കാപ്പിയെ നമ്മള് തരും.
മലയാളം മലയാളം പാൽപ്പൊടി ഇല്ലേ? ടേസ്റ്റ് ഉണ്ട് പറ, വെറുതെ നോക്കി ടേസ്റ്റ് ഉണ്ട് പറ. എങ്ങനെയാണ് ഒരു അമ്മായിമ്മ വീട്ടിൽ കയറ്റും? പാല് കഴിഞ്ഞു ഹേ, ഒട്ടക പാല് തരുന്നില്ല ഹേ. ഒട്ടകപ്പാല് വേണ്ട, പശുപാല് മതി. ഇവിടെ മിക്സ്ഡ്, അതില് പഞ്ചസാര മാത്രമേ ഉള്ളൂ. പാൽച്ചായ എന്ന് പറഞ്ഞ് പറ്റിച്ചു ആളെ. Too much. For you, we will make it as 5 dirham. One with sugar, but one without. ചായ അടിച്ച ചായ, അടിക്കാത്ത ചായ. ചായ അടിച്ച ചായ or അടിക്കാത്ത ചായ? അടിച്ച ചായ? Whatever. Black tea? No, alcohol. Alcohol. ഇവിടെ അതില്ല. Gahwa. ഗഹുവ. No, kya hua? He's asking kya No, hua? What happened? what's there inside? This one. What's there? Black tea. Gahwa. ഗഹുവ. ഇതാണ് ഗഹുവ. Arabic. One is black tea, one is gahwa. Gahwa is what? It's Arabic. No, gahwa is what? It's alcohol? No. It's local tea. Tea only. Gahwa, coffee tea. I did it. This is black tea, right? Yeah, Let me this is taste black it. tea. No, the other one. Thank you. അവരെന്നെ പറഞ്ഞു. Without The sugar. other one. The other one there. മറ്റേത് You're not doing a good job. Change her. She's on training only. Yeah, this is gahwa. This is black tea. Can I pour it? Yeah, no problem. Yeah, give me that. You want two ഗഹുവ? Yes. With sugar? It's fine. Yeah. Okay, 10 dirham. Thank you. 10 dirham. Run. Okay, bye Run. bye. അങ്ങനെ എന്റെ ചായ വാങ്ങാൻ മദാമകാര് വന്നിട്ടുണ്ട്. അങ്ങ് പ്ലേറ്റ് വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്റെ ചായ കുടിക്കാനായിട്ട്. പ്ലേറ്റ്. അപ്പൊ നമുക്കിവിടെ എന്തായാലും ഇവിടെ വന്നു. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് എന്തായാലും ഒരു എമൗണ്ട് വാങ്ങിയിട്ട് തന്നെ ഞാൻ പോകും. ആ ചേച്ചി ഇപ്പൊ തന്നെ പറഞ്ഞ എന്താണെന്നറിയാവോ? ആളെ മാറ്റണമെന്നാണ്. ആളെ മാറ്റുന്ന കാര്യമില്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. പഠിച്ചു വരുന്ന ചായക്കടക്കാരിയാണ്. ഉമ്മച്ചി ബാ, സൂപ്പർ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട് എന്റർടൈൻമെന്റിന് വേണ്ടി. അതെന്നെ മാങ്ങ പറി ചെളിക്കുത്തോ? ഇങ്ങനെ 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 വാ. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നിട്ട് 1 2 3. വൗ 1 2 3. നിങ്ങളെങ്ങനെ ചാടുന്നു? ഇനി കുട്ടി മലയാളം പഠിച്ചു കൊടുക്കൾക്ക്. ഇത് വേണം നമുക്ക് ഉമ്മാനെ ഇവിടെ കൊടുത്തിട്ട് പോവാ, പൈസ കൊടുക്കാനില്ല. അത് നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആകെ വയർത്ത്, അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി. എന്താ ലേറ്റ് പോയത്. അപ്പോൾ ഇനി ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ നേരമായി ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് പറയണത്. നമ്മൾ വേണം ഫുഡ് ഉണ്ടാക്കാൻ. വീട്ടിൽ പോലും കുക്ക് ചെയ്യാത്ത ഞാനാണ്. നീ ഇത് മാത്രമായിട്ടാണല്ലേ, ബട്ട് നമുക്ക് ഇതൊക്കെ ഒടി നമുക്ക് കഴിച്ചാൽ മതി, നമുക്ക് അതേ പറ്റുള്ളൂ. ഉമ്മ കുക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്, ഉമ്മ കുക്ക് ചെയ്തോട്ടെ. ഉണ്ടാക്കണത് റൂമിൽ പോലും കുക്ക് ചെയ്യാൻ മടിയായിട്ട് ഇവിടെ വന്നിട്ട് മാറൊക്കെ കുക്കിംഗ് ആണ് ഗൈസ്. അൽഫാമാണ് ഗൈസ്. പിന്നെ ഇതെന്താണ്? കോണുണ്ട്. പിന്നെ അതെന്താ? ചപ്പാത്തിയോ? ചപ്പാത്തി അല്ല, പക്ഷെ അതവര് വേവിച്ചിട്ടുണ്ട്. ഇതാ ഈ സംഭവം ഉണ്ട്. ഇതെന്താണ്? അത് വേവിക്കണ്ടേ? അത് കത്തിയതല്ല വണ്ടിയിൽ ഞാൻ പൊട്ടിച്ചതിന്റെ. പാവം ഉമ്മ റൂമിൽ മടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നാണ്. പുറത്ത് വന്നാലും ഇതന്നെ ഗതി. ചതിച്ചു ഗൈസ്. ഇതാണെങ്കിൽ വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കിയാലോ. പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പുറത്ത് വരിക. പക്ഷെ കുറച്ചും കൂടി ഓളത്തിന് കുറെ ആൾക്കാർ വേണമായിരുന്നു. ലൈക്ക് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിരിക്കുമല്ലോ. നമുക്ക് അന്താക്ഷരിയൊക്കെ കളിച്ച് ബോറടിച്ചിട്ടാണെങ്കിലും നമ്മള് പിള്ളേരൊക്കെ ആയിട്ട് അടിപൊളിയാക്കി. പക്ഷെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലാ പിള്ളേർക്കും വരാൻ പറ്റിയില്ല ഗൈസ്. അൽഫാം മാതിരി ഉണ്ട് അല്ലേ? പറക്കേണ്ടി വരുമോ?
വായന വെള്ളം വരിക. നോക്കി നോക്കി വെള്ളം ഇറക്കി വെള്ളം ഇറക്കി പോയി ചോദിക്കായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കനല് കമ്മിയായോ. ഉമ്മാനെ മുത്തശ്ശി. അന്താക്ഷരി കളിക്കാം, അപ്പൊ നമുക്ക് പാടാൻ കിട്ടും. ഞാൻ ഫസ്റ്റ് പാടാം. പാട്. അരിപ്പവും തിരിപ്പവും കോന്തള മന്ദളം. പിന്നെന്താണ്? കോന്തള മന്ദള പരിപ്പവും 12 ആനയ്ക്കും കുതിരയ്ക്കും ഇട്ടിട്ട് വറുത്തൊരു പൈനാമ്പള്ളിക്ക് എന്തിനു പോയി മധുരക്കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടെ ഒന്നാട്ടെ നാണം എന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങി പോയോപ്പാ. ഇതെന്തെങ്ങനെ കരിഞ്ഞ തെങ്ങനെ കഴിക്കാം. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ ഇന്നെനിക്കൊരു ദൂത് പോകാമോ ചെല്ലാമോ. ഓ നിന്റെ ഉമ്മ തന്നെ അരികെ ചെല്ലാമോ. അല്ലല്ല ചാന്ത് പൊട്ടും നൽകി പോരാമോ പായനെ. പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ. അതെന്നെ കഴിക്കാൻ തോന്നുന്നു. ആ പാത്രം വെള്ളെടുത്ത് മാറ്റി വെച്ചോളാം. ഇല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും എന്താ പൊട്ടിത്തെറിച്ച് 5 പീസ് ഉണ്ട് കേട്ടോ. 2 എനിക്കാണ്. 5 പീസ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീസ്. ഓക്കെ, ഉമ്മക്ക് 2 എനിക്ക് 2 ആസയ്ക്ക് 1. അപ്പൊ സമ്മതിച്ചു നിങ്ങളാ മൂത്തത്? സമ്മതിച്ചു. അതെ, ഫുഡിന്റെ കാര്യത്തിലെങ്കിൽ നമുക്ക് സമ്മതിക്കണം. വേറെ വഴിയില്ല ഗൈസ്. പണ്ട് നാട്ടിൽ നിന്ന് കറണ്ട് പോയിട്ട് കുക്ക് ചെയ്യില്ല, അതേമാതിരി ആ അവസ്ഥയാണെന്ന്. മെഴുതിരിക്ക് പകരം അത് വെച്ചാലോ? നമ്മൾ ചപ്പാത്തി എന്ന് പറയും ഗൈസ്, ബാക്കിയുള്ളവര് വേറെ എന്തെങ്കിലും പറയും. അവിടുന്ന് ഫോൺ 2 എടുത്തു. ഞാനാണ് മാസ്റ്റർ ഷെഫ്. ഉമ്മച്ചി എന്നോടാണ് അഡ്വൈസ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത്. സാരമില്ല, കോണല്ലേ, പ്രശ്നമില്ലാന്ന്. ഗൈസ് ഉമ്മ അത് കരിച്ചു. ഇത് എടുക്കണ്ട, ഇവിടെ നല്ല കനലുണ്ടായിരുന്നു. ബീഫ് വേഗട്ടെ കുറച്ചുകൂടെ. ചെയ്യുന്നത് ഗൈസ് ഉമ്മ സോസേജ് കരിച്ചു. ആ സോസേജ് മാത്രം ഉമ്മയാണ് കഴിക്കാൻ പോണത്. വന്നിട്ടില്ല. വന്നിട്ടില്ലേ? നീ അതിന്റെ ഇടയിൽ തിന്നും നോക്കിയില്ലേ? നോക്കണ്ടേ? No, it's okay. We don't want marshmallow. She wants to. അയ്യോ, കുട്ടിയുടെ മാഷ്മെല്ലോ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാന്നാണ് പറയുന്നത്. ഫസ്റ്റ് അത് മറ്റേ ഒരു ക്യാൻഡി അല്ല, ഇങ്ങനെ കുറെ കളറിലുള്ളത് വായിലിട്ടുണ്ട് ഇങ്ങനെ ഇതാവുന്നത് കൂട്ട. അതാണ് എന്താന്ന് അറിയത്തില്ല ഗൈസ്. ഞങ്ങൾ എവിടെ പോയാലും പിള്ളേര് കിട്ടും, പിള്ളേര് ഞങ്ങളുടെ കൂടെയാണ്. ഇതാണ് മാഷ്മെല്ലോ. ഞാൻ പറഞ്ഞില്ലേ കുറെ കളറുള്ള. അയ്യോ, സോസേജ് ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് ആകുന്നതാണ്. അതെടുത്തോ. After having food, then we can play. No, we have to see. We are just cooking only. ബർഗർ ചൂടാക്കാം. ഇതായില്ലേ? അയ്യോ, എന്നോട് ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് കൊച്ചു. എന്റെ ഊള ചളികളൊക്കെ കരിയും തോന്നുന്നുണ്ട് കേട്ടോ. അയ്യോ, I know how to put my jacket. no, you don't want. ഇടണ്ടേ? പിന്നെ ഞാൻ അത് എടുക്കുമ്പത്തിന് ഇതെന്തിനാ? സാരമില്ല. ചുട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോസ് ഇല്ല ഗൈസ്. അൽഫാം ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്, പിന്നെന്താ സോസേജ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മള് വയറ് ഫുള്ളായിട്ട് ഉറങ്ങുന്നതാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ചിക്കൻ വേണേ പറഞ്ഞു ചൂടാ. ഗൈസ് ഉമ്മ ചിക്കൻ ചൂടാനായിട്ട് വന്നിരിക്കുന്നു. നേരത്തെ ഇവിടെ വന്നൊരാള് ഷെഫാണോന്ന് ചോദിച്ചു, അതിന്റെ അത് തോന്നുന്നു. ആളെന്നെ നല്ല സംഭവം അടിപൊളിയാണ്. പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തോണ്ടേ കരിഞ്ഞതാൾ കണ്ടില്ല. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും അൺലിമിറ്റഡ് ഫുഡാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് പറയാം. ക്യാമറ ഓഫ് ആക്കിയിട്ട് വേണം ഒന്നുകൂടി പറയാൻ. പക്ഷെ ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഞാനൊന്ന് ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടാണോ എന്തോ വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് രസമാണ്. അതുകൊണ്ടൊന്നല്ല, നല്ല രസം. കുക്ക് ചെയ്തോണ്ട് പണ്ട് കറണ്ട് പോയിക്കെന്ന് വെച്ചാൽ എമർജൻസി കത്തിച്ചിട്ട്
ഫുഡ് കഴിക്കണ മാതിരി ഉണ്ട്, പക്ഷെ അത് വേറൊരു വൈബ്, ഒരു നെസ്റ്റോ മാതിരി. മദീന സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു പുതിയ അല്ല, ഒരു പഴയ ഓർമ്മകൾ പുതുക്കുന്നത് പോലെ. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉദ്ദേശിച്ചത്. അത് പഴയ ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. പക്ഷെ ഇത് നല്ലൊരു വൈബാണ്. വീട്ടിൽ പിന്നെ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇതൊരു രസമല്ലേ? എമർജൻസി അല്ല, മെഴുകുതിരിയെ വേണ്ടത്. അമ്മ ലാസ്റ്റ് കറണ്ട് വരുമ്പോ ഒരു ഊതലുണ്ട്. ഫസ്റ്റ് ആരാ പോയി ഊതാവട്ടെ, അപ്പോഴേക്കും കറണ്ട് വീണ്ടും പോകും. ആ കുട്ടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോഴത് ഫിനിഷ് ആവുമെന്നൊക്കെ ചോദിച്ചിട്ടാ പോകുന്നത്. ഞാൻ വരുമ്പോൾ വിളിക്കണം. എനിക്ക് തോന്നുന്നത് പ്രീത് പോകുമ്പോ ആ കുട്ടിയും പിന്നാലെ പോകും. ഇനി പ്രീത് നോക്കേണ്ടത് 2 വയറാണ്. എനിക്ക് നോക്കണം അതിന്. നിങ്ങൾക്ക് റൂമിലിരുന്ന് ഫുഡ് ഉണ്ടാക്കി മടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പുറത്തു വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി എൻജോയ് ചെയ്യുക. അതെ, റൂമിൽ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാന്ന്. പക്ഷെ ഇതൊരു വേറൊരു വൈബ് തന്നെയാണ്. എന്നുവെച്ചാൽ ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും. ആ ഒരു വൈബ് നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് ഇവിടെ. സ്വന്തമായിട്ട് ക്യാമ്പിങ്ങിന് പോകുമ്പോ എല്ലാതും വാങ്ങണം. അപ്പൊ ഇങ്ങനെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരിക പറയുമ്പോ ഒരു അടിപൊളി സംഭവമാണ് അല്ലേ? അല്ലേ? എന്നിട്ട് പറ. ആ കുട്ടീന്റെ അടുത്ത് നമ്മളുടെ ഏജ് പറയാൻ പറഞ്ഞപ്പോ പ്രീതുവിന് 7, എന്നെ 16, ഉമ്മാനെ 20. അപ്പൊ ഉമ്മാക്കൊരു ആശ്വാസം, എനിക്കൊരു ആശ്വാസം. പ്രീതുവിന് അതിലേറെ ആശ്വാസം. 7 എന്താ പറഞ്ഞത്? അത് കാര്യമാക്കണ്ട. 7 അല്ലല്ലോ, അതിന്റെ മുമ്പിൽ ഒരു 2 കൂടി വേണ്ടേ? ബാത്റൂം ബാത്തപ്പൊക്കെ ആയിട്ട് ഇപ്പൊ എവിടെ നോക്കൂ പ്രീതു. നിറയെ ഓല കെട്ടി വെച്ചിരിക്കുന്നു. ഇവിടെ ഓലയൊക്കെ ഉണ്ട്. അതൊരു കരിഞ്ഞ അത് ബന്നി കരിച്ചുമ്മ. പിന്നെ ബന്ന ആരെങ്കിലും ആ കനലും കൊണ്ടിട്ടോ? ആരാണ് ആ മണ്ടത്തരം ചെയ്തത്? ചൂടാക്കണോ ഗൈസ്? ഇത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ മൂവി ഇട്ടേരും, നമ്മള് മൂവി കാണാൻ പോകും. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്, ടെന്റില്. ആദ്യമായിട്ടല്ലേ ടെന്റിൽ കിടക്കണത്? നല്ല ഇഷ്ടമായി. ഇഷ്ടായോ? ടെന്റിൽ കിടക്കാൻ ടെന്റിൽ കിടക്കാൻ ഇഷ്ടമായി. ഉമ്മ കൂടെ നിക്കണം. അത്ര പ്രശ്നമില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇത് എത്രാമത്തെയാണ് അൺലിമിറ്റഡ് ഫുഡ് പറയുമ്പോ ഒരു എന്താ അതിനൊരു കണക്കുണ്ട്. അതിനൊരു മാന്യത ഞാൻ കാണിക്കല്ലേ? ഒരു പീസും കൂടെ ഓർഡർ ആക്ക്. അതും കൂടെ കഴിക്കുന്നു. എനിക്ക് ഇഷ്ടമല്ല സോസേജ്. സിനിമയിലൊക്കെയാണ് ഇങ്ങനെ 2 കൈ കൊണ്ട് ചിക്കനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ജഗ്ഗൊക്കെ കടിച്ചു പറിക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. ആ ഒരു വൈബിലേക്കാണ് ഞാൻ വരുന്നത്. 2 കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ടാ കഴിക്കണത്. എന്താ പറയാ? പച്ചക്കിസ്തുയി പറയണം, എന്നിട്ട് പച്ചമ തൊടണം. അതെന്താന്ന് എനിക്കറിയില്ല. ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങനെ ശീലിച്ചതാണ്. പച്ചക്കിസ്തുയി അറിയണവരെന്തായാലും കമന്റ് ഇടുന്നതാണ് കേട്ടോ. നമ്മൾ ചെറുതിൽ എന്തെങ്കിലും ഇപ്പൊ ഒരാള് ഫോർ എക്സാമ്പിൾ ഒരാളുടെ മേലെ കപ്പിട്ട് മെൻഷൻ ചെയ്യേണ്ട ഇങ്ങനെയല്ല. ഇതുവരെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഊള വർത്താനം പറയുന്നവരെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. കാക്ക അപ്പിട്ട് വിചാരിക്കും. അപ്പൊ ആ കാക്ക അപ്പിട്ടെന്ന് വെച്ചാൽ അവര് നമ്മളെയും തൊട്ടാൽ നമ്മളുടെ മുഖത്താവും. ആവൂല, പക്ഷെ ആവും. അപ്പൊ അവർ തൊടുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്ത് അത് ആവാണ്ടിരിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് പച്ചക്കിസ്തു ഇടണം. എന്നിട്ട് വേഗം ഓടിപ്പോയിട്ട് പച്ചയെ തൊടണം. എന്താ പച്ചക്കിസ്തു വേണ്ടി തൊടണം. അപ്പൊ അവൾക്ക് നമ്മളെ തൊടാൻ പറ്റൂല. അഥവാ അവള് തൊട്ടാ നമ്മൾ തൊട്ടില്ലല്ലോ, തൊട്ടു. അപ്പൊ അതാണ് പച്ചക്കിസ്തു. നിനക്കറിയില്ല? ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. വേറെന്തൊക്കെ അറിയാ? വേറെയോ? ചൊക്കി. ഇത് ചൊക്കി. എന്ത് ചൊക്കി പറഞ്ഞ മിണ്ടില്ല, മിണ്ടാ പറഞ്ഞ മിണ്ടും. ഞങ്ങൾക്കത് നമുക്ക് വേണ്ടി ഇവരൊരു ചെറിയൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉമ്മാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട്. ഉമ്മയ്ക്ക് ബർത്ത്ഡേ ഉണ്ടായതുകൊണ്ട് ഉമ്മച്ചിനേക്കാൾ കൂട്ടം ഗുണുണ്ടായത് ഞങ്ങൾക്കാണ് ഗൈസ്. 3ാമത്തെ കേക്കാണ്. റൂമിൽ നിന്ന് വന്ന് ഫ്രണ്ട്സിന്റെ വക. പിന്നെ ഇവിടെ Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. And the start from tonight. Happy birthday to you. ടീസ്പൂൺ എടുക്കണം.
It's okay. Happy birthday. Thank you guys. Untruthing. Keeping the caption. There's no way I'll be able to hide it from my family. They'll ever commit it again. സിനിമ കാണാൻ വന്നപ്പോൾ നമുക്ക് എന്തെല്ലോ തിന്നാൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് തിന്നാൻ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ വേഗം ഓടി വന്നിരുന്നതാണ്. എടുത്തോ ഗൈസ്? ഒരു നമുക്ക് പോപ്കോണും അങ്ങനെ ഗൈസ് നമ്മളെ ചായ വന്നു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പ്രീതു നല്ല ഉറക്കത്തിലാണ്. ഉമ്മ നീച്ചിട്ട് പോയി. സമയം 7 മണി. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിക്കണു. ഫുൾ മഞ്ഞ്, നല്ല രസമുണ്ട്. എന്തൊരു ബ്ലൂ കളർ. എൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയിട്ട് വേണം കഴിക്കാൻ. നമ്മൾ ഓക്കെ, എല്ലാവരും നീച്ചു തുടങ്ങി. അപ്പം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബൈ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ മുഖമൊക്കെ കഴുകി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പല്ലിയൊക്കെ ബ്രഷും കൊണ്ടുവന്നില്ല, പേസ്റ്റ് കൊണ്ടുവന്നില്ല. എന്നിട്ട് എൻ്റെ ബ്രഷ് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. എന്നിട്ട് പല്ലിയൊക്കെ അത് പുട്ടി മാത്രം ഇട്ട് ഇറങ്ങിയേക്കെ അവള്, ലിപ്സ്റ്റിക്ക് മാത്രം. അവളായിട്ട് ഇന്നെ ഒരു ബന്ധവുമില്ല. ഒരു കൊല്ലം ഞാൻ അവളോട് കഴിഞ്ഞതാണ്. എന്നിട്ട് അവള് ബ്രഷ് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. ഞാൻ തന്നെ അടുത്ത റൂമിലുള്ള വേറെ കൊച്ചിന്റെ ബ്രഷ് ചോദിച്ചാൽ വന്നത്. അത് ഇവക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ചോദിക്കത്തില്ലേ? അതെവിടുന്ന്? അവളുടെ റൂമിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. വെറുതെ തള്ളിന് വേറെ ആളുടെ. ഗൈസ്, അപ്പൊ മോർണിംഗ് ടാസ്ക് പറയുന്നത് അതിൽ കയറിയിട്ട് അവിടെ പോയി തുടർന്നതാണ് മോർണിംഗ് ടാസ്ക്. വാ പ്രീതു, ആരാണ് ഫസ്റ്റ് എത്തുന്നതാണ് ടാസ്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് ആവേശത്തിന് മേലെ കയറിയതാണ്. പക്ഷെ താഴെ അങ്ങോട്ട് ഇറങ്ങാൻ കിട്ടില്ല. കൂളിംഗ് ഗ്ലാസ് വെച്ച ചിലപ്പോ ശരിയാവുമായിരിക്കും. വീണല്ലേ? കൂളിംഗ് ഗ്ലാസോടെ വീഴാ. എന്നാ വേണ്ട, ചില്ലൊക്കെ പോത്ത് കുത്തി കയറിയ ശരിയാവത്തില്ല. ഇപ്പൊ ഞാനോടി നീ ബാ, ഞാൻ പിടിക്കാം. നല്ല രസമായിരുന്നു. ഇറങ്ങാൻ കിട്ടാണ്ട് എന്താ അവിടെ എന്തോ വയസ്സാം കാലത്ത് കൊറേ എന്താണ് സാഹസികമാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ കയറത്തില്ല, ഇവിടെ കയറ്റിവിടും. നമ്മള് മലകളും പുഴകളും താണ്ടിയിട്ടാണ് ഉമ്മ പണ്ട് സ്കൂളിൽ പോയത്. അതുകൊണ്ട് ഉമ്മക്കറിയാം എങ്ങനെ മല കയറണം. ഗൈസ്, അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. കേറിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാൻ. അതിന്റെ മേലെ കയറണം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എങ്ങനെയാ പോകുന്നത്? കയറ്റം, പിന്നെ കയറ്റം, ഫുഡ് കഴിക്കണ സ്ഥലം. അപ്പൊ നിങ്ങൾ ആ കയറ്റം കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അത് അവിടെ എവിടെ? ബുജ്ജി നടക്കും. ബുജ്ജി എന്റെ ബുജ്ജിയാണ് പ്രീതുട്ട. നമ്മളങ്ങനെ കയറ്റം പറ്റി. നിങ്ങൾ ആ വേലി കാണുന്നുണ്ടോ? ഇല്ല. മാപ്പിനോട് ചോദിക്കൂ എവിടെ മാപ്പ് പണി മുടക്കി. ഗൈസ്, അതാണ് വേലി. നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് അവസാനം എത്തേണ്ട സ്ഥലം. നിങ്ങള് ഫുഡ് കഴിക്കണ സ്ഥലം കാണുന്നുണ്ടോ? എവിടെ ബുജ്ജി? നോക്കൂ. കാണുന്നില്ല. നമുക്ക് ഉമ്മാനോട് ചോദിക്കാം. ഉമ്മ, ഫുഡ് കഴിക്കണ സ്ഥലം കാണുന്നുണ്ടോ? കാണണ്ടല്ലോ. എവിടെയാണ്? എവിടെ? അതിന്റെ മേലല്ലേ? അതിന്റെ മേലെ തന്നെ. നമ്മുടെ ഉമ്മ കണ്ടുപിടിച്ചു തന്നിരിക്കുന്നു. അതച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അതിനാണ് മേലെ കൊണ്ട് നമ്മൾ നന്നായിട്ട് കഴിക്കും. ബുജ്ജിന്റെ വീടാണ്. കൂട്ടിക്കറി കേറാൻ കിട്ടണില്ല. പ്രായമായി ഗൈസ് ഹസിക്ക്.
ചെറിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വന്നതെന്ന് വെച്ചാ പ്രീതുവിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ട് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവുമല്ലോ. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. വേണമെങ്കിൽ നമുക്ക് തിന്ന് കാണിച്ചു തരാം. ഇത് കണ്ണു കാണാത്ത കിതച്ചു നടന്നിട്ട്. അപ്പോൾ ഇതാണ് ഡോണറ്റ്. ഡോണറ്റ് വന്നെടുക്കുക. രാവിലെ തന്നെ നമുക്ക് ഷുഗർ കയറ്റേണ്ടി വന്നു. എന്നാലാണ് എനിക്കൊന്ന് സമാധാനമാകുക. ആ തേനൊക്കെ ഉണ്ട്, ഹണിയുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, ജാമുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഇതെന്താണ്? എന്താടി പനീറോ? വെറുതെ കഴിക്കാനോ? ശരി, വെറുതെ ഇരുന്നോട്ടെ. സൈഡിലൊരു ടച്ചിങ്സ്. അപ്പോൾ കോഴിമുട്ട വറുത്തത് വാങ്ങാൻ പോകുന്നത് ഗൈസ്. ഇനി നമുക്ക് കോഴിമുട്ട വറുത്തതാണ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനം ആവില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പം നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. സ്വന്തം മകൾക്ക് ഒരു കോഴിമുട്ട വറുത്ത് തരാത്ത ഉമ്മയോ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് സംഭവം. ഇനിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ പോയിട്ട് അങ്ങനെ ഫില്ല് കഴിക്കാനും. പനീറൊക്കെ ഉണ്ട്. അത് നമുക്ക് കഴിക്കട്ടെ. കഴിക്കുമ്പോൾ എനിക്ക് വീഡിയോ നോക്കുമ്പോൾ ആൾക്കാർ കണ്ണാട്ടിട്ടാണ് ഞാൻ ഇപ്പൊ തടി വെച്ച് വരുന്നത്. ചേട്ടാ അവരെ വിളിക്കേണ്ട, അവര് വരില്ലെന്നാ തോന്നുന്നത്. 4-5 വട്ടം ഇവള് വിളിച്ച് അവരെ കൊണ്ട് ഓംലെറ്റ് വാങ്ങിയിരിക്കുന്നു. ചെയ്യാനാ എപ്പോഴും അവരോട് പറയും ഒരേ ഡയലോഗ്, ഐ വാണ്ട് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവര് കോഴിമുട്ടയെ കൊണ്ടുവരുന്നു. ഗൈസ്, ഉമ്മ അവിടെ നിന്ന് വരുന്നേ ഇല്ല. അവിടെ തന്നെ എങ്ങനെ വരാതിരിക്കും? ഉമ്മ എന്തൊരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ആ സ്പോട്ടിൽ ഇവള് വീണ്ടും പറയും ഉമ്മ എനിക്ക് അത് എടുത്തിട്ട് വരാം. പിന്നെ ഉമ്മ പോവും. പിന്നെ ഇവള് പറയും. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവായിരിക്കും. നമുക്കൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പ്രീതുവിന്റെ ഒപ്പം പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ. ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഇനിയിപ്പം ടെൻറ്റിൽ പോയിട്ടോ വണ്ടി പോകുമ്പോ ചിലപ്പോ വിശക്കുമല്ലോ. അപ്പൊ നമുക്ക് കഴിക്കാനാണ്. ഉമ്മ എന്താ എടുത്ത്? ഉമ്മ എടുത്താ? എന്റെ ഉമ്മ ആയതുകൊണ്ട് എടുത്ത്. ശരിക്കും കിട്ടിയ കുട്ടിയാണ്. മേ ബി ഞാൻ കൊണ്ടുപോകുന്ന തോന്നുന്നത്. പ്രിയുവിന്റെ ഒരു നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പോന്ന കുട്ടിയായിട്ടുണ്ടാവും. ശരിക്കും ഈ കുട്ടിന്റെ ഉമ്മ അതാണ്. പക്ഷെ പ്രീതുമാണ് കൊണ്ടടക്കണത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മളുടെ പിക്കപ്പിന്റെ വണ്ടി വന്നു. അപ്പൊ ഇനി അടുത്ത നാഷണൽ ഡേക്ക് കാണാം. അപ്പുറത്ത് ഒമാനാണ്. ഒമാൻ ബോർഡറിന്റെ അടുത്താണ് ഈ ഒരു ക്യാമ്പ് വരുന്നത്. ഗൈസ്, അപ്പൊ നമ്മളുടെ ക്യാമ്പ് വരുന്നത് ഒമാൻ ബോർഡറിന്റെ അടുത്താണ്. എല്ലാവരും മെസ്സേജ്, ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, ചോദിച്ചു ഇങ്ങോട്ട് വരാൻ പാസ്പോർട്ട് വേണോ എമിറേറ്റ്സ് ഐ ഡി വേണോ പറഞ്ഞു. എമിറേറ്റ്സ് ഐ ഡി മതി. പിന്നെ ഉമ്മാക്ക് എമിറേറ്റ്സ് ഐ ഡി ഇല്ലാത്തതുകൊണ്ട് ഉമ്മ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒമാനല്ല, ഒമാൻ ബോർഡറാണ്. പക്ഷെ അപ്പം എല്ലാവരും വരിക. ഓക്കെ, നമുക്കപ്പോൾ റൂമിൽ പോവാം. ബൈ ബൈ ഗൈസ്. നല്ല ലുക്കിൽ പോയ ഞങ്ങളാണ്. പിച്ചക്കാരി കോലത്തിലാണ് തിരിച്ച് റൂമിലെത്തുന്നത്. ഗൈസ്, അങ്ങനെ ഒടുവിൽ ഇന്നലത്തെ യാത്ര തുടങ്ങിയതിന് ശേഷം അവസാനം നമ്മൾ യൂണിയനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മനോഹരമായ യൂണിയനിൽ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലടിക്കും. വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ പോവരുത്, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പം ലൈക്ക് ഇടണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ബെല്ല് ഒരു വട്ടം പറഞ്ഞു. ബൈ ബൈ ഗൈസ്.